സോറി, നക്ഷത്രക്കണ്ടലിൻ്റെ കായുടെ ഭംഗി കണ്ട് പറിച്ചതാണ് കേട്ടോ. പറക്കാൻ പാടില്ലായിരുന്നു. ഇതുപോലെ എല്ലാവരും പറിച്ചാൽ ആ ചെടിയുടെ വംശനാശമായിരിക്കും ഉണ്ടാവുക. പുഴയിലും മറ്റും കണ്ടുവരുന്ന എരുന്ത് കണ്ടില്ലേ? വളരെ ടേസ്റ്റി ഉള്ള സാധനമാണ്. ഇവിടെ ഉപ്പുവെള്ളത്തിൽ വളരുന്ന വലിയ ഒരിനം എരുന്താണ്. അല്ല, അത് നമ്മള് ഈ കടുക്കറച്ചി പോലെ ഉണ്ടാവും, പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. വലിപ്പം ചിലതുണ്ടാവും, കൂടുതലുണ്ടാവും. പിന്നെ വെള്ളമാണ് കൂടുതൽ അതിലുണ്ടാവുക. ഈ മുരുവിൻ്റെ തോട് കൊണ്ടാണ് ഈ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഉറപ്പുള്ളതാണെന്നാണ് പറയുന്നത്. നോക്കൂ, ഈ ജലാശയത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ പൊങ്ങിക്കിടക്കുന്നത് കണ്ടോ? കല്ലുമ്മക്കായ എന്ന കടുക്ക കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ്. ഇവയിൽ താഴേക്ക് കയർ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന അവയിൽ കല്ലുമ്മക്കായ വിത്ത് പാകി വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ഇങ്ങനെ കൃഷി ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കുപ്പികളിൽ കയർ കൃഷി ചെയ്യുന്നത്. നമ്മൾ തിരിച്ചു പോവുകയാണല്ലോ. മനോഹരമായ കാഴ്ചകൾ മനസ്സിൽ ആവാഹിച്ചതാ. ഇനിയും ഇനിയും കാണണമെന്ന ആഗ്രഹത്തോടെ വണ്ടിക്കുള്ള ടിക്കറ്റ് ചിത്രങ്ങൾ അടുത്ത ഫോട്ടോ പോയിന്റ്, സെൽഫി പോയിന്റ്. ലൊക്കേഷൻ അതിമനോഹരമാണ്. ഇവിടെ നിന്ന് തന്നെയാകട്ടെ ഇനിയുള്ള ഷൂട്ടിംഗ്. ഇതാ നമ്മുടെ സാരഥി നല്ല ഒരിടം തെരഞ്ഞ് പിടിച്ച് തുടയുകയാണ്. അതിമനോഹരമായ കാഴ്ച. പ്രാന്തൻ കണ്ടലുകൾ, അവയുടെ ഭംഗി മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഇതാ മറ്റൊരു കണ്ടൽ ചെടിയാണിത് കേട്ടോ. ഇലകളിലും തണ്ടുകളിലുമെല്ലാം മുള്ളുകളുണ്ട്. ഇത് വയലറ്റ് പൂവാണ്ടാവുക, ഭംഗിയുള്ള അവിടെ കാണണം. അതാ 1-2 പൂവായ്മലുണ്ട്. ഇത് മാർച്ച് മാസം തൊട്ടിട്ട് പൂവിടാൻ തുടങ്ങും. ചുള്ളിക്കണ്ടല് പിടിക്കാൻ കഴിയില്ല. നല്ല 2-3 മാസം മുള്ളുകളാണ് ഇലയിലും തണ്ടുകളിലും. മുള്ളാണ്, അതിന്റെ തണ്ടുമ്മലും മുള്ളുണ്ടാവും. നമ്മളെ പ്രാന്തൻ കണ്ടലിന്റെ പേരാണ്. പൂവുമുണ്ട്. ബാക്കിയൊക്കെ കായകളാണ് കണ്ടല്ലേ ആ വീണ്ടിരിക്കണേ. ഇതിലാ കാണുന്നത് പൂക്കൊഴിഞ്ഞ കായ നിൽക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് കയറുന്ന ഒരു ഫോട്ടോ എടുത്തോളൂ. ഇവിടെ നല്ല പച്ചപ്പുള്ള ഇത് ഈ കാണുന്ന ചുള്ളിക്കണ്ടല്. ഇതിന്റെ ഇലമ്മലും മുള്ളാണ്, തണ്ടുമ്മലും മുള്ളാണ്. പിന്നെ ഇത് വയലറ്റ് പൂവായിടുക. മാർച്ച് മാസം തൊട്ടിട്ട് പൂവിടും. 3 മാസം അങ്ങനെ പൂക്കളുണ്ടാവും. ഇപ്പം പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി കായായി. അതാണ് ഇതിന്റെ പ്രത്യേകത. ആ കണ്ടൽക്കാടുകളുടെ പേര് ഒന്നും കൂടി പറഞ്ഞേ. ഉപ്പൂറ്റി കണ്ടല്. അതിൽ വലിയ ഉപ്പൂറ്റിയും ചെറിയ ഉപ്പൂറ്റിയും 2 സൈസ് ഉണ്ട്. ഇലക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. വലിയ ഉപ്പൂറ്റിയും ചെറിയ ഉപ്പൂറ്റിയായിട്ട്. അത് ഉപ്പ് തടിമരത്തിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഇലയിൽ കൂടെ പുറന്തള്ളുന്ന ചെടിയാണ് ഉപ്പൂറ്റിക്കണ്ടല്. പിന്നെ അതിന്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ ശ്വസന വേരുകള് മുകളിലേക്കാ വരിക, ചേർന്ന് മുകളിലോട്ടാ വരിക. ഒരു മരത്തിന് 3500 ശ്വസന വേരുകളുണ്ട്.
പിന്നെ ഇതിപ്പോ അടുത്തത് പ്രാന്തൻ കണ്ടലാണ്. പ്രാന്തൻ കണ്ടലിന്റെ വേരുകള് മേലിന് കീഴ്പോട്ടാ വരിക. ചെടി മരത്തുനിന്ന് അല്ല, അതെ അതെ, തടി മരത്തുനിന്ന് നേരെ ചേറിലോട്ട് ഇറങ്ങി വരിക ചെയ്യാം. അതാണ് അതെ അതെ വലിയ ഇല. അതെ, അതിന്റെ ഇലക്ക് നല്ല കട്ടിയുണ്ട്. വേരുകളാണ് ആ കമ്പ് വാരി ഇറങ്ങി വരുന്നത്. പിന്നെ ഉപ്പൂറ്റി കണ്ടല് നമ്മള് പറഞ്ഞ്. പിന്നെ നക്ഷത്രക്കണ്ടല്, നക്ഷത്രക്കണ്ടലുണ്ട്. നക്ഷത്രക്കണ്ടലിന്റെ കായും പൂവും നക്ഷത്രമാതിരി ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടുന്ന് പറിച്ച് കാണിച്ചു തന്നല്ലോ. അതെ അതെ. പിന്നെ വേറൊരു കണ്ടലുണ്ട്, കണ്ണാമ്പൊട്ടി കണ്ടലിനറിയും. അതിനൊരു പാല് പോലത്തെ കറി ഉണ്ടാവും അതിന്റെ ഇല പൊട്ടിച്ചു കഴിഞ്ഞാല്. അതാണ് കണ്ണാമ്പൊട്ടി എന്ന് അതിന് പേര് കൊടുത്തത്. അത് വലിയ മരാണ്. അതിന്റെ വേരുകളൊക്കെ മുമ്പ് കാലത്ത് നമ്മളെ ഈ കുപ്പീന്റെ കോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നു. ആ സാധനമാണ് അതിന്റെ. അത് കുപ്പീന്റെ കോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ അത് കണ്ണാമ്പൊട്ടി കണ്ടല്. കണ്ണാമ്പൊട്ടി. പിന്നെ പോലത്തെ കറി ഉണ്ടാവും ഇല പൊട്ടിച്ചു കഴിഞ്ഞാല്. അത് ഇവിടെ വളരെ കുറവാണ്. ഒരു 3-4 മരങ്ങളേ ഉള്ളൂ. ഇവിടെ ചൂണ്ടിട്ടിട്ട് കാര്യമൊന്നുമില്ല. മീനൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി ഇടും. നിങ്ങള് വേറെ എടുത്തോളി. നമ്മള് വെള്ളം ഇറങ്ങിയാലും. ആഹാ, അടിപൊളിയായിട്ടില്ലേ? മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി ഇതാ നല്ലൊരു സെൽഫ് കോർണർ, നല്ല ഫോട്ടോ ഷൂട്ടിംഗ് പോയിന്റ്, അതിമനോഹരം. ഈ വേലിയേറ്റത്തിന്റെ ടൈം ഓരോ ദിവസവും ഓരോ മണിക്കൂർ വൈകിയാണ് വേലിയേറ്റം ഉണ്ടാവുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക എപ്പോഴാണ് വെള്ളം വേലി ഏറ്റം ഉള്ളത്, ഞങ്ങൾക്ക് കണ്ടൽക്കാടിന്റെ ഉള്ളിൽ പോകണം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരും ആ ടൈം. അങ്ങനെ നമുക്ക് നടക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഇന്ന സമയത്ത് വരിന്ന് പറഞ്ഞാൽ നമുക്ക് നേർക്ക് ആവൂല. അതെ, വാവിന് വേലിയേറ്റം കൂടുന്നിപ്പോ വെളുത്ത വാവാണ്. അതാണ് ഇപ്പൊ നമുക്ക് ഉച്ചക്ക് കിട്ടിയത്. അതിനിപ്പോ കറുത്ത വാവായാലും ഇതേമാതിരി ഉച്ചക്ക് കിട്ടും. വാവിനോടനുബന്ധിച്ച് വന്നാൽ നമുക്ക് വേലിയേറ്റം കിട്ടും. എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകയുമായിരുന്ന റംല ടീച്ചർ അയച്ചു തന്ന കടലുണ്ടിയിൽ നിന്നും എടുത്ത ബൈറ്റ് ആണിത്. കണ്ടൽക്കാടുകളിലും വെള്ളത്തിലും വസിച്ചു വരുന്ന അപകടകാരികളായ നീർനായ്ക്കൾ കൂട്ടമായി വന്നാൽ അവ ആക്രമണകാരികളായി മാറും. ശ്രദ്ധിക്കുക.